തൃശൂർ DCC ഓഫീസിൽ വീണ്ടും സംഘർഷം. DCC പ്രസിഡന്റിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും തമ്മിലാണ് സംഘർഷം. അതേസമയം കൂട്ടത്തല്ലിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും UDF ചെയർമാൻ MP വിൻസെന്റും രാജിവെക്കും. KPCC അന്ത്യശാസനം നൽകിയ പശ്ചാത്തലത്തിലാണ് രാജി. തിയോഫിനുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. തിയോഫിൻ, തൃശ്ശൂരിലെ സംഘർഷങ്ങൾക്ക് സമാപ്തിയില്ല. DCC ഓഫീസിൽ വീണ്ടും സംഘർഷം. ഈ DCC പ്രസിഡന്റിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും തമ്മിലാണ് സംഘർഷം ഉണ്ടായിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? വിനു, അല്പം മുൻപാണ് ഒരു സംഘർഷത്തിൻ്റെ സാഹചര്യത്തിലേക്ക് തൃശ്ശൂർ DCC ഓഫീസ് പോയത്. ഇന്ന് തന്നെ രാജിവെക്കണമെന്ന കർശന നിർദ്ദേശം DCC പ്രസിഡന്റിനും UDF ജില്ലാ UDF കൺവീനറായ MP വിൻസെന്റിനും നിർദ്ദേശം നൽകിയ സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. വിവിധ സാഹചര്യങ്ങളിൽ നോക്കാം നമുക്ക് അവരുടെ വാക്കുകളിലേക്ക്. അതെ, ഞാൻ കുറുക്കഞ്ചേരി ഡിവിഷൻ കൗൺസിലർ വിനേഷ് തൈലാണ്. ഞാൻ ഇവിടെ കുറുക്കഞ്ചേരി ഡിവിഷൻ കൗൺസിലർ വിനേഷ് തൈലാണ്. ഇവിടെ അറിയാലോ, 2-3 ദിവസമായിട്ട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന നാടകങ്ങൾ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നപ്പോൾ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ അന്യായമായിട്ട് ദ്രോഹിക്കുന്ന നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇവിടെ കള്ളു കുടിച്ചുകൊണ്ട് ആരോഗ്യം വന്ന വിഷയമില്ല. ജോസ് ആ സമയത്ത് മുകളിലേക്ക് വരുന്നയാളാണ്. അദ്ദേഹത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് രാജി ആവശ്യപ്പെടുന്ന കുറച്ച് ചില ആളുകൾ നടത്തുന്ന ഈ നാടകത്തിൽ ഞങ്ങൾ എതിരാണ്. ഞങ്ങൾ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് കേസിൽ ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ വളർത്തുന്നതിന് മുഖ്യ പങ്കുവഹിച്ച ജോസ് വള്ളൂർ ഈ അന്യായമായ കോർപ്പറേഷൻ സ്ഥാനം പോലും രാജിവെക്കാൻ രാജികത്ത് എഴുതിയിട്ടാണെന്ന് വന്നിട്ടുള്ളത്. പാർട്ടി കോർപ്പറേഷൻ രാജിവെക്കാൻ തയ്യാറാണ്. അല്ല, ഞാൻ ബിസിനസ് സംസാരിക്കാമെന്നാണ്. അന്യായമായ വിഷയമാണെങ്കിൽ നമുക്കറിയാലോ, ഒരു ആളെ വെറുതെ അന്യായമായി വേട്ടാടുന്നു. തൃശൂർ DCC ഓഫീസിൽ വീണ്ടും സംഘർഷം. DCC പ്രസിഡന്റിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും തമ്മിലാണ് സംഘർഷം നടക്കുന്നത്. അതേസമയം കൂട്ടത്തല്ലിൽ DCC പ്രസിഡന്റും ജോസ് വള്ളൂരും UDF ചെയർമാൻ MP വിൻസെന്റും രാജിവെക്കുന്ന നടപടികളിലേക്ക് കടക്കും. KPCC അന്ത്യശാസനം നൽകിയ പശ്ചാത്തലത്തിലാണ് ഈ രാജി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ഇലക്ഷൻ ഫലം അറിഞ്ഞ ശേഷം നിരന്തരം ഇവിടെ തൃശ്ശൂരിൽ DCC ഓഫീസിൽ കൂട്ടത്തല്ലാണ്. 3 ദിവസമായിട്ട് ചാനലിൽ കാണുന്ന ലൈവ് കണ്ട് ഞങ്ങൾക്ക് മടുത്തു. അത് ഞങ്ങളെപ്പോലെ കുറേ ആളുകൾ രാത്രിയും പകലിലാണ് കഷ്ടപ്പെട്ട ആളുകളെ ഈ വെറുതെ 1-2 കാര്യം പറഞ്ഞുകൊണ്ട് DCC ഓഫീസിലുണ്ടായ ചെറിയ വിഷയത്തിൻ്റെ മുകളിൽ രാജിവെക്കുന്നത്. ഞങ്ങളെപ്പോലെ കുറേ ആളുകൾ ഇത് രാത്രിയും പകലും ഈ ഇലക്ഷൻ പണിയെടുത്ത ആളുകളാണ്. ഞങ്ങൾ പണിയെടുത്ത ആളുകളാണ്. തോൽവി ഒരാളെ മാത്രം വരുന്ന ആളല്ലോ. തോൽവി എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമല്ല. ഇത് ഇന്ന് രാജിയില്ല. ഞാൻ സംസാരിക്കാൻ വന്നിട്ടുള്ളൂ. ഞാൻ തൃശ്ശൂർ കോർപ്പറേഷൻ പാർട്ടിയിലെ സ്ഥാനം എന്താ? ഞാൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്. തൃശ്ശൂർ കോർപ്പറേഷൻ കൗൺസിലർ കൂടിയായ വിനീഷ് തൈലാണ് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം ജോസ് വള്ളൂരിനെ അനുകൂലിക്കുന്നയാളാണ്. ജോസ് വള്ളൂരിനെ പുറത്താക്കാനുള്ള ശ്രമം മറ്റുള്ളവർ നടത്തുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്തായാലും നിർണായക രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു യോഗം DCC യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. ജോസ് വള്ളൂർ അതിനായി മുകളിലേക്ക് പോയി കഴിഞ്ഞു. ജോസ് വള്ളൂരും MP വിൻസെന്റും രാജി സമർപ്പിക്കുമെന്നാണ് സൂചന. ഔദ്യോഗിക നേതൃത്വത്തിന് രാജിക്കത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ DCC യോഗത്തിൽ ഔദ്യോഗിക രാജി തൃശ്ശൂർ നീക്കത്തിലാണ്. എന്തായാലും DCC ഓഫീസിന് താഴെ മുകളിലുമായി പ്രവർത്തകരെല്ലാം നിറയുണ്ട്. അല്പസമയത്തിനകം യോഗം ആരംഭിക്കും. യോഗത്തിനായി നേതാക്കളും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ യോഗത്തിന് എത്തുമ്പോഴാണ് ജോസ് വള്ളൂർ എത്തുമ്പോൾ എതിർപക്ഷത്തുള്ള നിരവധി പേർ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ജോസ് വള്ളൂരിനെ അനുകൂലിക്കുന്നവർ ജോസ് വള്ളൂരിന് ചുറ്റും വലയം തീർത്ത് കൊണ്ടാണ് ഇവിടെ നിന്ന് മുകളിലേക്ക് കയറ്റിക്കൊണ്ടുപോയത്. അതിനിടയിലാണ് ഈ സംഘർഷ സമാനമായ രംഗങ്ങൾ അരങ്ങേറുന്നത്. എന്തായാലും ഇനിയും നമുക്ക് പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കാം. ജോസ് വള്ളൂരിനെ അനുകൂലിക്കുന്നവരും മറുവിഭാഗക്കാരും പ്രതികരിക്കുമെന്നാണ് സൂചന. കാരണം വ്യത്യസ്ത രീതിയിലുള്ള ഒരു ആരോപണങ്ങൾ പരസ്പരം ഉന്നയിക്കുന്നു. ചിലർ ജോസ് വള്ളൂരിനെ പുറത്താക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. മറ്റുള്ളവർ പറയുന്നത് അതേസമയം ഈ തോൽവിക്കും എല്ലാത്തിനും കാരണം നിർണായക കഴിഞ്ഞ വെള്ളിയാഴ്ചയുണ്ടായ സംഘർഷങ്ങൾക്കും കാരണം ജോസ് വള്ളൂരിൻ്റെ നേതൃത്വത്തിലുള്ള വിഭാഗമാണ് എന്നും പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ പശ്ചാത്തലത്തിലാണ് ജോസ് വള്ളൂരിനെ പുറത്താക്കണമെന്ന മറുവിഭാഗം ആവശ്യപ്പെടുന്നത്. എന്നാൽ ജോസ് വള്ളൂരിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് ജോസിനെ പുറത്താക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി നാടകങ്ങളാണെന്നും ആരോപിക്കുന്നു. മദ്യപിച്ച് ബഹളമുണ്ടാക്കിയെന്ന് ആരോപിക്കുന്നു. എന്തായാലും ഇതിലൊരു വിശദീകരണം ആദ്യമായി തന്നെ ഒരു വിശദീകരണ കുറിപ്പെങ്കിലും വന്നത് ഈ സംഭവം നടന്ന 24 മണിക്കൂറിന് ശേഷമാണ് വിനു. അപ്പോൾ തന്നെ അതിനകത്ത് ഒരു സംശയാസ്പദമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും മുരളീധരൻ്റെ പരാജയം അല്ലെങ്കിൽ തോൽവി എന്ന് പറയുന്നത് അതിൽ പങ്കുണ്ട് എന്നതാണ് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്നത്. ആ സാഹചര്യത്തിലാണ്
ഇത്രയും വലിയൊരു വിഷയം അല്ലെങ്കിൽ ഇത്രയും സംഘർഷത്തിലേക്ക് പോകുന്നത്. വലിയ തർക്കങ്ങൾ, രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. മറുവിഭാഗം പറയുന്നത് ജോസ് വള്ളൂരിൻ്റെ ഗുണ്ടായിസം അനുവദിക്കില്ല എന്നാണ്. അത്തരത്തിലൊരു ആരോപണം കൂടിയുണ്ട്. എന്തായാലും വലിയൊരു ഗ്രൂപ്പ് ജോസ് വള്ളൂരിൻ്റെ കൂടെയുണ്ട്. രാജിയാണെങ്കിൽ പോലും ഇതിൽ ഒരു കോർപ്പറേഷൻ കൗൺസിലറാണ് പറഞ്ഞത് താൻ വേണമെങ്കിൽ രാജിവെക്കാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത് എന്നും ആ രീതിയിലെല്ലാമാണ് പ്രതികരണങ്ങൾ. എന്തായാലും നിർണായക യോഗത്തിന് ശേഷമാണ് ഈ മറ്റ് കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുക. DCCയിൽ ഒരു സംഘർഷാവസ്ഥയ്ക്ക് ഇപ്പോഴും വലിയ തോതിൽ അയവ് വന്നിട്ടില്ല. എന്തായാലും നേതാക്കൾ ഇടപെട്ട് മറ്റ് പ്രവർത്തകരെ സമാധാനിപ്പിച്ച് സംഘർഷം ഉണ്ടാകാത്തൊരു രീതിയിലേക്ക്, ഒരു സമാധാന അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിലും രണ്ട് വിഭാഗവും ഇവിടെ ഉള്ളതുകൊണ്ട് ഏത് നിമിഷവും ഒരു തർക്കമോ സംഘർഷമോ എവിടെന്നെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ അത് വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുമുണ്ട്. ഈ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.